നമസ്കാരം. ന്യൂസ് ആഫ്റ്റർനൂണിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ആതിര നായർ. ഇന്ത്യ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ തലക്കെട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. കണ്ണൂരിലെ സ്വർണം പൊട്ടിക്കലുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തി CPIM ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തെ പുറത്താക്കി. നടപടി എരമം സെൻട്രൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും DYFI മേഖലാ കമ്മിറ്റി അംഗവുമായ സജേഷിനെതിരെ. കൊട്ടേഷൻ കേസ് പ്രതി അർജുൻ ആയങ്കിയും സംഘത്തിൽ. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ഇത് കാരണമായെന്ന് വിമർശനം. തൃശൂരിൽ പാർട്ടി വോട്ടുകളിൽ വിള്ളലുണ്ടായത് ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും വിലയിരുത്തൽ. EMSനേക്കാൾ മികച്ച മുഖ്യമന്ത്രി C അച്യുതമേനോനെന്ന് ബിനോയ് വിശ്വം. CPI UDFിലേക്ക് എന്ന MM ഹസന്റെ പ്രസ്താവനയെ ചിരിച്ചു തള്ളുന്നു. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ CPIക്കും CPMനും തുല്യ പങ്ക്. ചെങ്കൊടിക്ക് കീഴിൽ അധോലോക സംസ്കാരം വളരുന്നത് കമ്മ്യൂണിസത്തിന് ചേർന്നതല്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ CPM ജില്ലാ കമ്മിറ്റികളിലെ വിമർശനം തുടരുന്നു. മുഖ്യമന്ത്രിയുടെ ശൈലി തിരുത്തണമെന്ന് CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ. ഭരണത്തിലെ പോരായ്മകളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമെന്ന് തിരുവനന്തപുരത്ത് വിലയിരുത്തൽ. ചാഴിക്കാടനെ പരസ്യമായി തിരുത്തിയ മുഖ്യമന്ത്രിയുടെ നടപടി അനുചിതമായെന്ന് കോട്ടയത്തെ നേതാക്കൾ. SSLC പരീക്ഷകളെ പരിഹസിച്ച് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. 10ാം ക്ലാസ് ജയിച്ച നല്ലൊരു ശതമാനത്തിനും എഴുതാനും വായിക്കാനും അറിയില്ല. ഇനി 10ാം ക്ലാസ് എന്നാൽ ഓൾ പാസ് എന്നും പരിഹാസം. ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ വൻ ക്രമക്കേട്. പ്രസിഡന്റ് ജയകുമാർ സഹകരണ നിയമത്തെ വെല്ലുവിളിച്ച് പല കാര്യങ്ങളും ചെയ്തെന്ന് മുൻ വൈസ് പ്രസിഡന്റ് എബ്രഹാം മാസ്റ്റർ. പ്രസിഡന്റിന്റെ സഹോദരിക്ക് 1 കോടി രൂപയാണ് ലോൺ കൊടുത്തത്. കളക്ഷൻ ഏജന്റിൽ നിന്നുള്ള പണമൊന്നും അടഞ്ഞു കണ്ടിട്ടില്ല. ധന ഇടപാടിൽ കാണിക്കാൻ കഴിയുന്ന എല്ലാ തരികിടകളും പ്രസിഡന്റ് കാണിച്ചെന്നും മുൻ വൈസ് പ്രസിഡന്റ് ന്യൂസ് മലയാളത്തോട്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം മറികടന്ന മത്സ്യബന്ധനം. തൃശൂർ അഴീക്കോട് നിന്നും 50 മത്സ്യത്തൊഴിലാളികളുമായി പോയ ബോട്ട് കടലിൽ കുടുങ്ങി. തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയത് ഫിഷറീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ. തുടർച്ചയായ ദിവസങ്ങളിൽ കടലിൽ കുടുങ്ങിയത് ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കടലിൽ പോയ 4 ബോട്ടുകൾ. തൃശൂരിൽ CPM BJP അന്തർധാരയെന്ന് ആവർത്തിച്ച് K മുരളീധരൻ. താമര വിരിയുമെന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി പറഞ്ഞു. താമര വിരിയാൻ പാർട്ടി ചളിയൊരുക്കി. തൃശൂർ പൂരം കലക്കിയത് അന്തർധാരയുടെ ഭാഗമെന്നും മുരളീധരൻ. തൃശൂർ കൊടുങ്ങല്ലൂരിൽ SNDP ഓഫീസിന് നേരെ ആക്രമണം. നാരായണമംഗലം ശാഖയ്ക്ക് നേരെ ആക്രമണമുണ്ടായത് ഇന്നലെ രാത്രിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം നിലത്തെറിഞ്ഞു തകർത്തു. ജനൽ ചില്ലകളും അടിച്ചു തകർത്തു. TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് നീക്കത്തിൽ KK രമയുടെ മൊഴിയെടുത്ത ASIക്ക് സ്ഥലം മാറ്റം. കൊളവല്ലൂർ സ്റ്റേഷനിലെ ASI ശ്രീജിത്തിനെ വയനാട്ടിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. മൊഴിയെടുത്തത് പ്രതി ട്രൗസർ മനോജിന് ഇളവ് നൽകാനുള്ള നീക്കത്തിന്റെ ഭാഗമായി. സംസ്ഥാനത്ത് H1N1 ഡെങ്കി കേസുകൾ ഉയരുന്നു. പ്രതിദിന പനിബാധിതരുടെ എണ്ണം 11,000-ന് മുകളിൽ. 10 ദിവസത്തിനിടെ റിപ്പോർട്ട് ചെയ്തത് 1075 ഡെങ്കി കേസുകൾ. കോഴിക്കോട് ഡെങ്കിപ്പനി മരണം. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് 15കാരി മരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ സംപ്രേഷണ പരിപാടി മൻ കി ബാത്ത് പുനരാരംഭിച്ചു. 4 മാസങ്ങൾക്ക് ശേഷം ഇന്ന് സംപ്രേഷണം ചെയ്തത് 111ാം പതിപ്പ്.
നാളെ മുതൽ ഇന്ത്യൻ ശിക്ഷാ നിയമം ചരിത്രമാകും. പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിതയും CRPCക്ക് പകരം നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരം ഭാരതീയ സാക്ഷ്യ അധീനിയവും നിലവിൽ വരും. ലക്ഷദ്വീപിലെ പണ്ടാരം ഭൂമിയുടെ കണക്കുകൾ പുറത്തുവിട്ട് ഭരണകൂടം. 60% ഭൂമിയും സർക്കാരിന്റേതെന്ന് അവകാശവാദം. 5 ദ്വീപുകളിലായി ആകെ 576 ഹെക്ടർ പണ്ടാരം ഭൂമി. 3117 വീടുകളും 70 മതസ്ഥാപനങ്ങളും പണ്ടാരം ഭൂമിയിൽ. കബനിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാട്ടാനക്കൂട്ടം. ഒഴുക്കിൽപ്പെട്ടത് ബാവലി മീൻകൊല്ലി പ്രദേശത്ത്. ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. കല്ലിനോട് പോയി അടിക്കോ? അത് കേറും. പാലക്കാട് മണ്ണാർക്കാട് തിരുവിഴാംകുന്നിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടിവെച്ച് വനംവകുപ്പ്. പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പനെതിരെ പോസ്റ്റർ. ആലത്തൂരിലെ തോൽവിക്ക് കാരണം തങ്കപ്പന്റെ കെടുകാര്യസ്ഥതയെന്നാണ് പോസ്റ്ററിൽ. തങ്കപ്പൻ രാജിവെക്കണമെന്നും ആവശ്യം. താരസംഘടനയായ അമ്മയുടെ 30ാം വാർഷിക പൊതുയോഗം പുരോഗമിക്കുന്നു. താരസംഘടനയ്ക്ക് 1/4 നൂറ്റാണ്ടിന് ശേഷം പുതിയ ജനറൽ സെക്രട്ടറി. തിരഞ്ഞെടുപ്പ് ഇടവേള ബാബു ഒഴിഞ്ഞ സ്ഥാനത്തേക്ക്. വോട്ടവകാശം വിനിയോഗിക്കാൻ 506 അംഗങ്ങൾ. അധ്യക്ഷനായി 3ാം വട്ടവും മോഹൻലാൽ തുടരും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. ലക്ഷദ്വീപിലും പരക്കെ മഴയ്ക്ക് സാധ്യത. മലപ്പുറത്ത് 45-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയേറുന്നു. കൊലപാതകമെന്ന് പോലീസ്. ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് താനൂർ സ്വദേശി ആബിദ്. കൊലപാതകത്തിലേക്ക് നയിച്ചത് വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ മർദ്ദനം. സിം കാർഡ് പോർട്ട് ചെയ്യാൻ പുതിയ നിബന്ധനകൾ. ട്രായ് പരിഷ്കാരങ്ങൾ തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. പോർട്ടിങ്ങിനായി ഇനി 7 ദിവസം കാത്തിരിക്കണം. പുതിയ ഭേദഗതികൾ തട്ടിപ്പുകൾ നിയന്ത്രിക്കാൻ. ഫ്രാൻസ് ദേശീയ അസംബ്ലിയിലേക്കുള്ള ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. 577 അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക്. 2ാം ഘട്ട വോട്ടെടുപ്പ് ജൂലൈ 7-ന്. യൂറോകപ്പ് നോക്കൌട്ടിൽ ഇന്ന് വമ്പന്മാർ കളത്തിൽ. ക്വാർട്ടർ ലക്ഷ്യമിട്ട് ഇംഗ്ലണ്ട് ഇന്ന് സ്ലൊവാക്യയെ നേരിടും. മത്സരം രാത്രി 9:30. സ്പെയിനിന് ജോർജിയ എതിരാളികൾ.